നമ്മൾ കുഞ്ചൂസിന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ വീട്ടിൽ കാണിക്കാൻ വന്നപ്പോൾ നമുക്ക് ടോക്കൺ കിട്ടിയില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നേരെ വന്നു. അപ്പോൾ കുഞ്ചൂസിന് നല്ല പനി. അതെ, കാണിക്കുന്ന ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല. അതാണ് ഡോക്ടർ 1 മണിയാകും വരുമ്പോൾ. വേറൊരു ഡോക്ടറെ കാണിക്കാമെന്ന് ചോദിച്ചു കുട്ടികളെ. അപ്പോൾ ഞങ്ങൾ ടോക്കൺ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുഞ്ചുവിന് പനിയായിരുന്നു. ഇപ്പോൾ അവളെ വിട്ട് പനിക്കുന്നു. ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന്. അവൾ പറയാം പനി പോയി നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ നമുക്കൊരു ടോക്കനൊക്കെ എടുത്തിട്ട് ചായയും കുടിച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കാം. ഡോക്ടർ വരണമെങ്കിൽ 10 മണി കഴിയും. അപ്പോൾ കുഞ്ചുവിനെ കാട്ടിത്തരാം. കുഞ്ചു ഇതായിരിക്കുന്നു. കുഞ്ചുവിനിപ്പോൾ വീട്ടിൽ പോകണം, പനി പോയി എന്നുള്ളു പറയുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വണ്ടികളെ പാർക്ക് ചെയ്തല്ലോ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഇതാണ് പരുന്ത് പറക്കുന്നു. ടോക്കൺ എടുത്തായിരുന്നോ? ഒന്ന് ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. കുഞ്ചൂസും അവിടെ അച്ഛനും കൂടെ അതേ കയറുന്നുണ്ട്. കുഞ്ചൂസ് ഇപ്പം വീട്ടിൽ പോകണം, ഇപ്പം വീട്ടിൽ പോകണമെന്ന് അവിടെ പറയുന്നു. നമ്മുടെ ടോക്കൺ നമ്പർ എത്രയാ? 36 നമ്മുടെ ടോക്കൺ നമ്പർ. നമ്മുടെ ടോക്കൺ 36. ഇപ്പോൾ 9 ആയതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളിത് വെളിക്ക് വന്ന് ഈ സ്കൂട്ടിയിൽ ഇരിക്കുകയാണ്. ഭയങ്കര തിരക്കുമാണ്. കുഞ്ചൂസ് ഇതാ ചിലപ്പോൾ കുഞ്ചൂസിൻ്റെ കൈക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ടാവും. കാരണം രക്തം ടെസ്റ്റ് ചെയ്യാൻ തരുമായിരിക്കും. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നത് എന്താണ് ബിക്സ് മിഠായി വാങ്ങാൻ പോയതാണ്. ഇല്ലയെന്ന് പറയുന്നത് അവിടെ ഉണ്ട്. എന്താണ് അത് ആ കട ബിക്സ് മിഠായി വാങ്ങാൻ പോയതാണ്. വായിൽ ഇടാൻ വേണ്ടി എന്തോ പോലെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ എന്തോ ഛർദ്ദിക്കാൻ വരുന്നതാണ് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ഒരു ബിക്സ് മിഠായി വാങ്ങാൻ ഇവിടെ പോയതാണ്. ഇവിടെ എത്തിയപ്പോൾ കുഞ്ചുവിൻ്റെ പനിയും പോയി. ഇതാ വണ്ടിയൊക്കെ കിടക്കുന്നു. അയ്യോ ഇപ്പം വീണു. പുറകോട്ട് വീഴല്ലേ അടി, പുറകോട്ട് വീണ് പോ. അതാ ഓരോ വണ്ടികൾ, ഒരുപാട് സ്കൂട്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഇതെന്താ ബദാം മരം ഉണ്ട്. ബദാമോ അല്ലടി, ഇത് വേറെന്തോ മരവാ. ഈ കായ ഇവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ കായൊക്കെ ഹോസ്പിറ്റലിൽ തിരക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഉണ്ണിമോളെ പണ്ട് ഇവിടെ അഡ്മിറ്റ് ആക്കിയെന്ന്. അവൾക്ക് പനി കൂടിയിട്ട് സ്റ്റെപ്പ് അതിൽ കൂടെ സ്റ്റെയർ കയറി നമ്മൾ അവിടെ പോകും. എന്നിട്ട് ഉണ്ണിമോളെ അവിടെ 3-6 ദിവസങ്ങൾ അഡ്മിറ്റ് ആക്കിയായിരുന്നു. വെക്സ് മിഠായി എനിക്കാണ് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കാണ് അടുത്ത കടയിലേക്ക് പോകുന്നു. ഈത്തപ്പഴം അല്ല മോനെ, വീടല്ല, വേക്കോട്ട് വീടല്ല, ഈന്തപ്പഴല്ല. ഇത് ഇതിനൊരു പേരുണ്ട്. ആ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും പഴമാവട്ടെ. കൊഞ്ചൂർ നല്ല ചുമയുണ്ട്. ഈത്തപ്പഴോ? ഈത്തപ്പഴം അല്ല ഇത്. ഇതിന്റെ പേര് അച്ഛനോട് ചോദിക്കുക. ഇതിന്റെ പേരെന്താണ്? ഇത് എനിക്ക് തല കറങ്ങുന്നു. ഇതിന്റെ പനിയൊക്കെ പോയോ? എന്നാ വീട്ടിൽ പോയാലോ ഡോക്ടറെ കാണാണ്ട്? നീ താഴെ ഇറങ്ങി എനിക്ക് വീട് പോ തലയടിച്ച്. കുഞ്ചൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാന്ന് ആർക്കറിയാം. ഉണ്ണിമോക്കും ചുമയും ജലദോഷമൊക്കെ. അവളെ കൊണ്ട് അമ്മ ഹോമിയോയിൽ പോയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ടും വന്നു. അവർ ഹോമിയോയിലേക്കും പോയിട്ടുണ്ട്. വിളിച്ചു നോക്കണം ഡോക്ടറെ കണ്ടോന്ന്. ആ മേലത്തെ നിലയിൽ ഉണ്ണിമോളെ അഡ്മിറ്റ് ആക്കി. ഒക്കെ അന്ന് പനിയായിട്ട് ഡോക്ടർ പറഞ്ഞു. കണ്ടോ, ഇവള് ഈ സ്കൂട്ടിയിൽ നിന്ന് തലയടിച്ച് താഴെ കിടക്കുമല്ലോ. താഴെ ഇരിക്കാന് അവിടെ ഇറങ്ങിയിരിക്കേ. നീ ബേക്കറി ചെയ്ത റോഡാ കേട്ടോ. തലയിടിക്കും പോയിട്ട്. ആ വണ്ടി അതൊക്കെ ആരുടെ വണ്ടിയാ? നീ എന്തിനാ ആ വണ്ടിയിലൊക്കെ ഇരിക്കുന്നു? ചേട്ടൻ വണ്ടിയും കൂടെ ഉണ്ട്. താഴെ ഇരിക്കേ. ഉച്ചയ്ക്ക് മുമ്പ് കാണിച്ച് നമുക്ക് വീട്ടിൽ പോകണം. ഭയങ്കര വെയിലാ. ഫിക്സ് മിഠായി കിട്ടിയോ? എന്താ പോളോ മുട്ടായിമായി വന്നു. പോളോ എത്രയാ മേടിച്ചത്? എത്ര? 5 എണ്ണം. നമുക്ക് ഈ വെയിൽ മാറോടെ വെയിലാ. കുഞ്ചൂസിൻ്റെ രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അതിൻ്റെ റിസൾട്ട്
1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നത്. കുഞ്ചൂസ് ബ്ലഡ് എടുത്ത് തൊള്ളി പോലും കരഞ്ഞില്ല. കുഞ്ചൂസ് ആ ബ്ലഡ് എടുത്ത സ്ഥലത്ത് പഞ്ഞി വെച്ചതാണ്. എൻ്റെ കൈ ഇങ്ങനെ നിവർത്താണ്ട് കൈ മടക്കി തന്നെ പിടിക്കണേ. കുഞ്ചുവിനെ കാണിച്ചരാ. കുഞ്ചു നിന്റെ കയ്യിൽ കാണിച്ചേ. കുഞ്ചു ആ പഞ്ഞി അവിടെ അതാ. അയ്യോ പാവം കുഞ്ചു. നമുക്ക് വേറെ എടുത്തായിരുന്നോ? നിനക്ക് വേറെ എടുത്തായിരുന്നോ? നീ കരഞ്ഞായിരുന്നോ? ഞാൻ വിചാരിച്ചു കുഞ്ചു കാറി വിടുന്നു. പക്ഷെ കുഞ്ചു ഒരു തൊള്ളി പോലും കരഞ്ഞില്ല. അപ്പോൾ ഇനി 12:30 ആകുമ്പോഴേ അത് കിട്ടുള്ളൂ. അതുവരെ ഇവിടെ ഇരിക്കണം. എന്നിട്ട് റിസൾട്ട് എന്നാന്ന് അറിയത്തില്ല. റിസൾട്ടും കണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് വേണം ഇനി പോകാൻ. കുഞ്ചു കൈക്ക് വേദനയുണ്ടോ? എന്നാ പഞ്ഞി കളഞ്ഞിട്ടിരിക്കണേ.